പാലക്കാട് ആര് മത്സരിക്കും? ഉണ്ണി മുകുന്ദൻ കഴിഞ്ഞ ദിവസം അണ്ണാമലയുമായി പോയി കാണുകയും ചെന്നൈയിൽ വെച്ച് വലിയ ചർച്ച നടക്കുകയും ചെയ്തു മണിക്കൂറുകളോളം. അണ്ണാമല നമുക്കറിയാം അമിത്ഷായുമായും BJPയുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. അങ്ങനെ ഒരു സെൻട്രൽ നിന്ന് പണ്ട് സുരേഷ് ഗോപി ഇറങ്ങിയതുപോലെ ഒരു സെൻട്രലിൽ നിന്നൊരു കാൻഡിഡേറ്റ് ഉണ്ണി മുകുന്ദൻ പാലക്കാട് ഇറങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള ചോദ്യം. പാലക്കാട് ഉണ്ണി മുകുന്ദനെ പോലെ തന്നെ ചെങ്ങന്നൂരിൽ കൃഷ്ണപ്രസാദ്, അതുപോലെ തന്നെ UDF എടുത്തു കഴിഞ്ഞാൽ രമേശ് പിഷാരടി, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കൃഷ്ണകുമാർ, ദേവൻ, ഇങ്ങനെ ഒത്തിരി സിനിമാ നടന്മാർ മത്സരിക്കാൻ സാധ്യതയുള്ള സിനിമാ നടന്മാരുടെ ഗണത്തിൽ വരുന്നതാണ് ഗണേഷ് കുമാറൊക്കെ. പക്ഷേ ഗണേഷ് കുമാർ പക്ക രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞു, സിനിമയെല്ലാം കുറവല്ലേ. അങ്ങനെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ഒരു പ്രളയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും. എന്നാൽ പാലക്കാട് നമ്മുടെ ഉണ്ണി മുകുന്ദൻ മത്സരിച്ചാൽ അതിനൊരു സാധ്യത എങ്ങനെയിരിക്കുമെന്ന് നോക്കുന്നത് നന്നായിരിക്കും. പാലക്കാട് 2024 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏകദേശം 58,389 വോട്ട്, 42% വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. കൃഷ്ണകുമാറിന് അവിടെ 39,549 വോട്ട് പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ കൃഷ്ണകുമാറും സന്ദീപ് വാര്യരും തമ്മിലുള്ള തർക്കം, വഴക്ക്, പിന്നെ സന്ദീപ് വാര്യർ അവിടെ ഉണ്ടാക്കിയ ചില കൺഫ്യൂഷൻസ് ഒക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. പിന്നെ കൃഷ്ണകുമാറിന് ഒരു ഗ്രൂപ്പിന്റെ ആളാണ്, അവിടെ മറ്റൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, 2 ഗ്രൂപ്പ് ഉണ്ട് പാലക്കാട്. ശിവരാജിന്റെ നേതൃത്വത്തിൽ വേറെ ഗ്രൂപ്പാണ്, വളരെ സീനിയറാണ് അദ്ദേഹം, സംഘപ്രവർത്തനത്തിലൂടെയൊക്കെ വന്നിട്ടുള്ള വളരെ സീനിയറായിട്ടുള്ള നിരവധി വർഷം കൗൺസിലറായിട്ടുള്ള ശിവരാജനുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ ഉള്ള പല ഗ്രൂപ്പുകളുടെയും തമ്മിലടികളുടെയും ഒക്കെ ഒരു പോരുള്ള ഒരു സ്ഥലമാണ്. അല്ലെങ്കിൽ പാലക്കാട് പലപ്പോഴും BJPക്ക് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. സരിൻ സ്വതന്ത്രന അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 37,200 ഡോക്ടർ സരിനാണ് 37,293 വോട്ട്, 23% വോട്ട് പിടിച്ചു. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോഴും അദ്ദേഹത്തിന് അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പെണ്ണ് കേസിലും ബലാത്സംഗ കേസിലും ഒക്കെ പെട്ടുപോയി. അതിനു മുമ്പേ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതാ പാലക്കാട്ട് തുറന്നിരിക്കുന്നു എന്നൊരു ഫീൽ വരെ ഉണ്ടാക്കി മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഷാഫി പറമ്പിലാണ് കോൺഗ്രസിൽ മത്സരിച്ചത്. അദ്ദേഹം 38% വോട്ട് പിടിച്ചു. അപ്പൊ ഷാഫി പറമ്പിൽ 38% വോട്ട് പിടിച്ചു. അതേസമയം ഇദ്ദേഹം 42% വോട്ട് പിടിച്ചു. ആര്? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ കുറെ വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ട് കോൺഗ്രസ്. 38% വോട്ട് പിടിച്ച ആ സമയത്ത് 35% വോട്ടോടുകൂടി ശ്രീധരൻ തൊട്ട് പിന്നിലുണ്ടായിരുന്നു. 50,220 വോട്ട് പിടിച്ചു. അപ്പൊ 4,000 വോട്ടിനാണ് ജയിച്ചത്. മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ 18,000 വോട്ടായി. ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. CPM അപ്പോൾ പ്രമോദ് എന്ന് പറയുന്ന ആളാണ് മത്സരിച്ചത്. അദ്ദേഹം 36,433, 25% വോട്ട് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ കുറച്ച് ആളുകൾ സ്വതന്ത്രന്മാരൊക്കെ നിന്ന് വോട്ട് പിടിച്ചു. UDF 38%, NDA 35% പിടിച്ചു. 3% വ്യത്യാസത്തിലാണ് ഷാഫി പറമ്പിൽ നിന്ന സമയത്ത് ശ്രീധരനായിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയാൽ, അതേസമയം ഇപ്രാവശ്യത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെച്ച് നോക്കിയാൽ വീണ്ടും കോൺഗ്രസിനാണ് അപ്പർ ഹാൻഡ് വരിക. പക്ഷെ നേരത്തെ ഉള്ളത് വെച്ച് നോക്കിയാൽ മൂന്ന് സീറ്റിൽ ഒരു 1.5%, 3% ഒരു 1.5% പിടിച്ചു മാറ്റാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ണി മുകുന്ദന് ജയിച്ചു കയറാൻ പറ്റും. അപ്പൊ ഇതൊരു വലിയ രസകരമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ണി മുകുന്ദനെ സ്ഥാനാർത്ഥിയായി നിർത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷണം നടത്തിയാൽ BJPക്ക് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തീർച്ചയായിട്ടും കാഴ്ചവെക്കാൻ പറ്റും. കാരണം അദ്ദേഹം മാളികപ്പുറം സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം ഒരു വീരാരാധനയൊക്കെ അമ്മമാർക്കും സഹോദരിമാർക്കൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ട്. അതെല്ലാം കൂടി വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദന് വലിയ സാധ്യതയാണുള്ളത്. അതേസമയം ഇപ്പൊ പാലക്കാട് നടന്ന ഈ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ LDFന് വളരെ മോശമല്ലാത്ത ഒരു മുൻതൂക്കം അവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ UDFനും നല്ല മോശമല്ലാത്ത നിലയാണ് വന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ LDF ആണ് ജില്ലാ പഞ്ചായത്തിൽ വന്നിരിക്കുന്നത്. 19, മറ്റവർക്ക് 12 വന്നത്. അതുപോലെ തന്നെ NDAയും പങ്ക് വളരെ കുറവാണ്, BJPയുടെ പങ്ക് വളരെ കുറവാണ്. മുനിസിപ്പാലിറ്റി എടുക്കുമ്പോൾ, പാലക്കാട് മുനിസിപ്പാലിറ്റി എടുക്കുമ്പോൾ BJP ഒറ്റക്കക്ഷിയായി വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് 25 സീറ്റേ ഉള്ളൂ. UDFന് 17 സീറ്റും LDFന് 8 സീറ്റും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവർ 3 സീറ്റും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സംഘടനാപരമായി BJPക്ക് വലിയ റോളുള്ള സ്ഥലമാണ് പാലക്കാട് നഗരവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അവരുടെ തമ്മിലടിയും കുരുപ്പും കുത്തിത്തിരിപ്പും പിന്നെ ഗുണഗുണ പരിപാടികളുമാണ് പലപ്പോഴും അവരെ പിന്നോട്ടടിക്കുന്നത്. എന്നാൽ ഉണ്ണി മുകുന്ദനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ചെന്ന് നിന്നാൽ ഈ ഒരു തമ്മിലടി വരാനുള്ള, ഇപ്പൊ കൃഷ്ണകുമാറോ
അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നുള്ള ഒരാൾ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന തമ്മിലടി, ഈ പാരവെപ്പ് വരാനുള്ള സാധ്യത കുറയുകയും അതിലൂടെ ഉണ്ണി മുകുന്ദൻ ജയിക്കുവാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു വീഡിയോയിൽ പറയുന്നു, പാലക്കാടിന്റെ സാധ്യത നമ്മളൊന്ന് കട്ട് ചെയ്താണ് പറയുന്നതെങ്കിലും ഈ കാൻഡിഡേറ്റ് വരുന്നത് ഉണ്ണി മുകുന്ദനാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു സാധ്യതയുണ്ട്. അപ്പോഴാണ് മറ്റ് മണ്ഡലങ്ങളിൽ ഇപ്പൊ ചെങ്ങന്നൂര് സന്ദീപ് ബജസ്പതി അവിടെ എത്രയോ കാലമായി അവിടെ വലിയ രീതിയിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ പെട്ടെന്ന് ഗംഗപ്രസാദ് വരുമോ? അതുപോലെ കൃഷ്ണകുമാർ ഒരു പരദേശിയായിട്ട് നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിൽ, ഇവിടെ തിരുവനന്തപുരത്ത് ആദ്യം നിന്നു, പിന്നെ കൊല്ലത്ത് പോയി നിന്നു, ഇപ്പോൾ വട്ടിയൂർക്കാവ് നിൽക്കാന്ന് പറയുന്നു. അങ്ങനെ ഒരു തോറ്റ് ജീവിക്കാൻ വിധിക്കട്ടെ ജയിക്ക് മോഡൽ ഒരു ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൃഷ്ണകുമാർ. അതുകൊണ്ട് കൃഷ്ണകുമാർ എവിടെയെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ നിരന്തരം കോൺസെൻട്രേറ്റ് ചെയ്ത് BJP RSSന്റെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് താങ്കൾ സംഘടനാപരമായി കൂടി ഒരു പദവി വാങ്ങി അങ്ങനെയും കൂടി താങ്കൾ, അല്ലാതെ ഒരു ആദ്യത്തെ തവണ ഓക്കെ ഒരു സിനിമാ നടൻ വന്നിപ്പോൾ നിന്നു, ആദ്യത്തെ തവണ നിന്നു ഓക്കെ, രണ്ടാമതൊരു തവണ കൂടെ നിന്നു ഓക്കെ, ഇത് നിരന്തരം ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഇമേജ് നഷ്ടപ്പെടും. ഇയാളൊരു പരദേശിയാണ്, പറന്ന് നടക്കുന്ന ആളാണ് സീറ്റിന് വേണ്ടി എന്നുള്ളൊരു തോന്നൽ വരും. അതുകൊണ്ട് കൃഷ്ണകുമാറും ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുക, എവിടെ മത്സരിക്കണമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു വിഷയം. തീർച്ചയായിട്ടും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി മുകുന്ദനെ അവിടെ മത്സരിപ്പിച്ചാൽ ഞാനീ പറയുന്ന പ്രശ്നങ്ങൾ, നമ്മൾ കാണുന്ന ഈ അണ്ടർഗ്രൗണ്ട് പരിപാടികളും തമ്മിൽ പാരയും ഒരു പരിധിവരെ കുറയാൻ സാധ്യതയുണ്ട്. അത് കുറഞ്ഞാൽ BJPക്ക് ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ശ്രീധരൻ മത്സരിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല 3% വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് കിട്ടിയിരിക്കുന്നത് മുസ്ലിം ബെൽറ്റിലാണ്. മുസ്ലിം ബെൽറ്റിലും ഉണ്ണി മുകുന്ദന് വോട്ട് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം സിനിമാ നടനാണ്. അപ്പോൾ ആ വോട്ട് ചിലപ്പോൾ മുസ്ലിങ്ങളുടെ ബെൽറ്റിലും കൂടി കുറച്ച് പിടിക്കാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ട് ഉണ്ണി മുകുന്ദൻ അവിടെ ജയിച്ചു കയറാൻ പറ്റും. ഇതാണ് അവിടുത്തെ പാലക്കാട് നമുക്ക് നൽകുന്ന ഒരു ചിത്രം. നമ്മളിത് സംസാരിക്കുമ്പോഴും പാലക്കാട് ജില്ലയിലെ അസംബ്ലി നിയോജകമണ്ഡലത്തിലെ മറ്റ് ചില കാര്യങ്ങൾ കൂടി, ഘടകങ്ങൾ കൂടി ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. കണ്ണാടി ഗ്രാമപഞ്ചായത്ത് വരുന്നുണ്ട്, പിരിയാരി ഗ്രാമപഞ്ചായത്ത് വരുന്നുണ്ട്, മുത്തൂർ ഗ്രാമപഞ്ചായത്ത്, പിന്നെ ഈ മുനിസിപ്പാലിറ്റി വരുന്നു. മുനിസിപ്പാലിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവിടെ ഈ സീറ്റിന്റെ നില പറഞ്ഞു. ഈ 3 ഗ്രാമപഞ്ചായത്തുകളിലും കണ്ണാടി, പിരിയാരി, മത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ ലോക്കൽ ബോഡികളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഫലവും നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പിരയാരി പഞ്ചായത്താണ്, പിരയാരി പഞ്ചായത്തിൽ 21 സീറ്റുകളാണ് ഏകദേശം എല്ലാ വാർഡുകളുള്ളത്. അവിടെ പിന്നെ UDF ജയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ അതുപോലെ തന്നെ BJPക്കും അവിടെ അംഗങ്ങളുണ്ട്. കണ്ണാടി പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. അത് അവിടെ BJPക്ക് വലിയ സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അതുപോലെ മധൂർ പഞ്ചായത്തിലും 16 വാർഡുകളാണ്. അവിടെയും BJPക്ക് വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തുകളുടെ സാധ്യതകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതും വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 പഞ്ചായത്തുകൾ, പിന്നെ മധൂർ, കണ്ണാടി, പിരിയാരി, 3 പഞ്ചായത്തുകളുടെ കണക്കുകൾ, മുനിസിപ്പാലിറ്റിയുടെ കണക്കുകൾ, ഇതിൽ വേറൊരു വളരെ പ്രശ്നമുള്ളത് കുറച്ച് സ്ഥലം മുസ്ലിം ബെൽറ്റ് തന്നെയാണ്. ആ മുസ്ലിം ബെൽറ്റിൽ പലപ്പോഴും ഷാഫിക്ക് വലിയ സാധ്യത കിട്ടിയിട്ടുണ്ട്, നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രദേശം. അതിൻ്റെ മാറ്റവും അവിടെ വരാനുണ്ട്. അത് പറയുമ്പോഴാണ് മറ്റ് ചില മണ്ഡലങ്ങൾ കൂടി നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന നടൻ, കൃഷ്ണപ്രസാദ് എന്ന് പറയുന്നത് അത്ര പ്രമുഖ നടനല്ല എങ്കിൽ പോലും അതൊരു സിനിമാ നടനാണ്. അദ്ദേഹത്തെ അവിടെ ചെങ്ങന്നൂർ കൊണ്ടുപോകുമ്പോൾ സന്ദീപ് ബജസ്പതി. അപ്പോൾ അവിടെ മറ്റൊരു കാര്യമുണ്ട്, പിന്നെ പാണ്ടനാട് പഞ്ചായത്ത് ഉൾപ്പെടെ ബുധന്നൂർ പഞ്ചായത്ത് ഉൾപ്പെടെ 5 പഞ്ചായത്തുകൾ, 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ BJP പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബുധന്നൂരിൽ ഇന്നലെ കുറേ ആളുകൾ വീണ്ടും BJP ചേരുകയും ചെയ്തു. സുരേന്ദ്രൻ അവിടെ പോയി വലിയ പരിപാടിയൊക്കെ നടത്തി കുറേ അധികം ആളുകൾ പുതുതായിട്ട് BJP ചേരുകയും ചെയ്തു ഇന്നലെ ബുധന്നൂർ പഞ്ചായത്തിൽ. അപ്പോൾ പാണ്ടിക്കാട്, ബുധന്നൂർ തുടങ്ങി 5 പഞ്ചായത്തുകളിൽ, ചെങ്ങന്നൂർ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ BJPക്ക് ശക്തമായ സാന്നിധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ BJP കാൻഡിഡേറ്റ്ഷിപ്പിനും വലിയ മത്സരം നടക്കും ആവാനായിട്ട്. സന്ദീപ് ബജസ്പതി അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആകാനാണ് സാധ്യത വളരെ കൂടുതൽ. അദ്ദേഹത്തിനായിരുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെയൊക്കെ ചുമതല. അവിടെയാണ് ഈ കൃഷ്ണപ്രസാദ് എന്ന് പറയുന്ന നടൻ ഇറങ്ങുമോ എന്നുള്ള പുതിയൊരു വാർത്തയും, അല്ലെങ്കിൽ കൃഷ്ണപ്രസാദിനെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുമോ അതോ സന്ദീപ് ബജസ്പതിയെ തിരുവല്ലയിലേക്ക് പോകും. പക്ഷേ അവരെ തിരുവല്ലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അവിടെ അനൂപ് ആന്റണി നിൽക്കുകയാണ്. അപ്പോൾ തിരുവല്ലയ്ക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ചെങ്ങന്നൂർ തന്നെ പരീക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് മാറ്റേണ്ടി വരും. പക്ഷേ ചങ്ങനാശ്ശേരിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ NSSമായിട്ടൊന്നും നല്ല ടേംസിലല്ലല്ലോ BJP. അതുപോലെ തന്നെ പിന്നെ കംപ്ലീറ്റ് അല്ല, അത് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കംപ്ലീറ്റ് അല്ല. അതുപോലെ തന്നെ അവിടെ കേരള കോൺഗ്രസിന് വലിയ സാധ്യതയുള്ളൊരു പ്രദേശമാണ് പലപ്പോഴും
കേരള കോൺഗ്രസിനൊക്കെ വലിയ സാധ്യതയുള്ള പഴയ മന്ത്രിമാരും ഒക്കെ അവിടെ ജയിച്ചിട്ടുള്ള സ്ഥലമാണ് ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധ്യതയും കുറവാണ്. അപ്പോൾ ചെങ്ങന്നൂരിലെ നടൻ ആര് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണ്, അത് സിനിമാ നടനായിരിക്കുമോ എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയാൽ ഉണ്ണി മുകുന്ദനെ പോലുള്ള ഒരാളാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഇനി വേറെ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പുറത്തുനിന്ന് ഒരാളെ ഇറക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഉള്ളവർ ഗ്രൂപ്പുകളിൽ ഇപ്പൊ ഗ്രൂപ്പ് കളിക്കും, ആരെങ്കിലും നിന്നാ ഒരു ഗ്രൂപ്പ് കളിക്കും. ഇനി പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ ഒന്നിച്ചിട്ട് എന്ത് ചെയ്യും, പുറത്തുനിന്ന് വരുന്നവനെ കൊല്ലും. അങ്ങനെയുണ്ട് ഈ ഗ്രൂപ്പിനകത്ത്, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതൊന്നും ഇല്ലാതിരുന്നാൽ പാലക്കാട് തീർച്ചയായിട്ടും BJPക്ക് കണ്ണുവയ്ക്കാവുന്ന ഒരു പ്രമുഖ മണ്ഡലം തന്നെയാണ്. ഇനി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് പോകുമോ, കെ സുരേന്ദ്രൻ പാലക്കാട്ട് ഇറങ്ങുമോ, പത്മജ വേണുഗോപാൽ ഇറങ്ങുമോ, അതും ചോദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.